കോൺഗ്രസിന് ആകെ കിട്ടിയ സീറ്റുകൾ ഇത്തവണ ബി.ജെ.പിക്കുള്ള സീറ്റുകൾ അത്രയും വരില്ലെന്ന് ഓർമ്മപ്പെടുത്തൽ. എല്ലാ കണ്ണുകളും മോദിയുടെ മന്ത്രിസഭയിലെ മുഖങ്ങളെ തിരയുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഇനി NDA ഗ്യാരണ്ടിയുടെ നാളുകൾ. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ മോഹൻ വർഗീസ്, ബി.ജെ.പി വക്താവ് ശ്രീ S. ജയസൂര്യൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഇന്ന് NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗമായിരുന്നുവല്ലോ, അതിൽ ബി.ജെ.പി മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുകയുണ്ടായി. പിന്നെ NDAയുടെ സഖ്യകക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മോദിയുടെ വാക്കുകൾ അത് ഈ സഖ്യ സർക്കാരിൻ്റെ അനന്ത സാധ്യതകൾ വിവരിക്കുന്നതാണല്ലോ. അത് 1999 AB വാജ്പേയിയുടെ ആ സഖ്യ സർക്കാർ അതുപോലും സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. UPA സർക്കാരിനെ പോലും അദ്ദേഹം ഒരു വേള അതേക്കുറിച്ച് പോലും സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഈ സഖ്യ സർക്കാരിനെ നയിച്ചുകൊണ്ട് തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചോദ്യം, ഏത് ദിവസം വേണമെങ്കിലും താഴെ ഇറക്കാൻ പറ്റുന്നവർ കൂടെയുള്ള ഒരു സർക്കാരാണ് രൂപീകരിക്കാൻ മോദി പോകുന്നത്, അത് മോദിക്ക് ഇതേക്കുറിച്ചുള്ള അനുഭവ പാരമ്പര്യം ഇല്ല എന്നുള്ള വിമർശനങ്ങൾ, അതിനുള്ള ഒരു മറുപടി കൂടിയായില്ലേ ഇന്നത്തെ ഈ പാർലമെന്ററി പാർട്ടി യോഗം? അങ്ങനെ വേണം കരുതാൻ. ഇവിടെ പാർലമെന്ററി പാർട്ടി യോഗം തിരഞ്ഞെടുക്കപ്പെട്ട BJP എംപിമാരും സഖ്യകക്ഷികളുടെ എംപിമാരും ഒരുമിച്ച് പഴയ പാർലമെന്റിൻ്റെ സെൻട്രൽ ഹാളിൽ കൂടി മോദിയുടെ ഒരു ഗംഭീരമായ പ്രസംഗമെല്ലാം കേട്ടു. ഇവിടെ ആ ഇരിപ്പ് വശമാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. പിന്നെ ആ ദൃശ്യങ്ങളും ഇപ്പോൾ കാണുന്ന ആ ദൃശ്യങ്ങൾ അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ, സമാനതകൾ വളരെ കുറവും. മോദി 01, മോദി 02 ഈ രണ്ട് സർക്കാരുകളുടെയും സമയത്തുള്ള രീതികളല്ലായിരുന്നു ഇന്ന്. മോദി എന്ന വാക്ക് അദ്ദേഹം ഒരിക്കൽ പോലും ഉച്ചരിച്ചില്ല, നമ്പർ 1. അതുപോലെ BJP എന്ന വാക്ക് അത്യപൂർവമായി മാത്രമേ ഉച്ചരിച്ചുള്ളൂ. അവിടെ എല്ലാം ഉപയോഗിച്ചത് NDA എന്ന വാക്കാണ്. അതുമാത്രമല്ല, ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടികളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായി കൊയലീഷൻ ധർമ്മ അല്ലെങ്കിൽ കൂട്ടുകക്ഷി മുന്നണി ധർമ്മത്തെക്കുറിച്ച് വാചാലനായി സംസാരിക്കുന്ന മോദി. അതുകൊണ്ടാവാം ഒരുപക്ഷെ ആദ്യമായി വിജയകരമായി ഇന്ത്യയിൽ 5 വർഷം തികച്ച ജെനുവിൻ കൊയലീഷൻ ഗവൺമെൻറ് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ 1999 നിലവിൽ വന്ന 5 വർഷവും പൂർത്തീകരിച്ച് 2004 പുറത്തുപോയ ഗവൺമെൻറ്. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ നന്മകളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു. അന്നും നരേന്ദ്രമോദി ഉണ്ടായിരുന്നു, അന്നും ചന്ദ്രബാബു നായിഡു ഉണ്ടായിരുന്നു NDA കൺവീനറായി. അപ്പോൾ കൊയലീഷൻ എന്ന് പറയുന്നത് NDA കൊയലീഷൻ പുതുമയല്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു കൊയലീഷൻ ഇന്നേ വരെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലാവട്ടെ അല്ലെങ്കിൽ കേന്ദ്രത്തിലാകട്ടെ അങ്ങനെ 1/4 നൂറ്റാണ്ട് കൊയലീഷൻ സമ്പ്രദായവുമായി അകന്നു നിന്ന നരേന്ദ്രമോദി എന്ന വ്യക്തി എങ്ങനെയാണ് മോദി 3.0 അതിലെങ്ങനെയാണ് ഘടകകക്ഷികളെ കൂട്ടി യോജിപ്പിച്ച് പോകുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് കാണുന്ന ഒരു ആത്മവിശ്വാസം. ഭരണഘടനയിൽ മുത്തമിട്ടുകൊണ്ട്, ഭരണഘടനയെ താണ് വീണ് തൊഴുതുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി ഭരണഘടനയെ സംരക്ഷിക്കും എന്ന പ്രതിജ്ഞ ചെയ്യുന്നു. അത് വെറും പ്രതിജ്ഞയല്ല, ദൃഢമായ പ്രതിജ്ഞ. അവിടെ ഓർക്കൂ, മോദിക്കെതിരെ ഉണ്ടായ പ്രധാനപ്പെട്ട ആരോപണം, ആക്ഷേപം എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അന്തസ്സത്ത നിലനിർത്തുന്നതിൽ ഭാഗികമായി പരാജയപ്പെടുന്നു എന്നൊരാക്ഷേപമാണ്. അതിനുള്ള മറുപടി എന്ന നിലയിലാണ് ഭരണഘടനയെ ഒരു കേന്ദ്ര ബിന്ദുവായി പ്രതിഷ്ഠിച്ചുകൊണ്ട് താണ് വണങ്ങി നിൽക്കുന്നത്. 2, നിതീഷ് കുമാർ ഇപ്പോൾ താണ് വണങ്ങുന്നു. കാല് പിടിക്കുന്ന, അല്ലെങ്കിൽ കാലിൽ തൊട്ട് വന്നിക്കുന്ന നിതീഷ് കുമാർ അതേ കാലുകൾ തന്നെ ഭാവിയിൽ വാരാനുള്ള ഒരു തയ്യാറെടുപ്പാണോ? മുൻകാലങ്ങളിൽ അത് ചെയ്തു. ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നണി വിട്ടയാളാണ് നിതീഷ് കുമാർ ചരിത്രപരമായി. ഇതേ കാര്യം തന്നെ സംഭവിച്ചു 2019 മുന്നണി. കാരണം ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി വേണമെന്ന് പറഞ്ഞപ്പോൾ BJP അത് ചെവിക്കൊണ്ടില്ല. അന്ന് ചന്ദ്രബാബു നായിഡു പുറത്തു പോയതാണ്. ഇതേ ആളുകൾക്ക് ശ്രീ നരേന്ദ്രമോദിയുടെ ഇടതുവശത്ത് അടുത്തടുത്ത സീറ്റുകളിൽ സ്ഥാനം കൊടുക്കുന്നു. അമിത്ഷായുടെ സ്ഥാനം 3 സീറ്റുകൾ അകലെയാണ്. രാജ്നാഥ് സിംഗിൻ്റെ സ്ഥാനത്തിനും JP നദ്ദ BJP പ്രസിഡന്റ് സ്ഥാനത്തിനും അപ്പുറത്ത് അമിത്ഷായുടെ സ്ഥാനം. അപ്പോൾ ഒരുപാട് ഹയറാർക്കിയിൽ
BJPക്കുള്ളിലെ ഹൈറാർക്കിയിലും NDAയ്ക്കുള്ളിലെ ഹൈറാർക്കിയിലും വളരെ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. മുൻകാലങ്ങളിൽ സഖ്യകക്ഷികൾക്ക് എന്തെങ്കിലും അപ്പക്കഷ്ണങ്ങൾ ഇട്ടുകൊടുത്താൽ അത് മതി എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടാനായിരുന്നു നിയോഗം. കാരണം BJPക്ക് കഴിഞ്ഞ ലോക്സഭയിൽ 303 സീറ്റുകൾ, അതിന് മുമ്പത്തെ ലോക്സഭയിൽ 280 പരം സീറ്റുകൾ, വ്യക്തമായ ഭൂരിപക്ഷമുള്ളപ്പോൾ ഒരു മഹാരാജാവിനെ പോലെ മോദിക്ക് തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ നോക്കൂ, വളരെ പ്രതീക്ഷയോടുകൂടി മോദി കൊണ്ടുവന്ന പദ്ധതികൾ, അത് യൂണിഫോം സിവിൽ കോഡിൻ്റെ മുന്നോട്ടുള്ള പോക്കായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ UCC, അല്ലെങ്കിൽ പൗരത്വ നിയമമായിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ സമവായം ആവശ്യമുണ്ട്. ആ വാക്ക് വീണ്ടും ഉച്ചരിച്ചു പല ആവർത്തി കഴിഞ്ഞ 10 വർഷം. അവരുടെ ഈ സഖ്യകക്ഷി ആളുകളുടെ, സഖ്യകക്ഷി നേതാക്കളുടെ പ്രസംഗവും താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. അതിലെല്ലാം ഈ മോദിയോടുള്ള താല്പര്യവും മോദിയോടുള്ള സ്നേഹവും മോദിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തോടുള്ള അഭിനിവേശവും അതാണ് കണ്ടത് കൂടുതലായിട്ടും. അത് വെറും ഒരു ഭംഗിവാക്ക് പറഞ്ഞ് ഒഴിയുന്നതാണോ? ഇപ്പോൾ ഒരു പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു യോഗത്തിൽ എതിർപ്പുണ്ടാവുകയില്ല, അത് പ്രശംസ കൊണ്ട് മൂടുന്ന ഒന്നായിരിക്കും. ആ ഔപചാരികത മാത്രമേ അതിലുള്ളൂ ആ വാക്കുകളിൽ. നിതീഷിൻ്റെയും അതുപോലെ തന്നെ നായിഡുവിൻ്റെയും മറ്റു നേതാക്കൾ പലരും പുതിയ മുഖങ്ങളാണ്. ചിരാഗ് പാസ്വാനൊക്കെ ഈ രംഗത്ത്, ഈ കൊലീഷൻ ഈ രീതിയിലെ കാര്യങ്ങൾ വരുമ്പോൾ സാമാന്യേന പുതുമുഖമാണ്. അതുപോലെ തന്നെ ഷിൻഡെയും ഒക്കെ. പക്ഷേ ഈ 2 പേരിലേക്കാണല്ലോ കണ്ണുകൾ മുഴുവൻ എത്തിപ്പെട്ടത്. പിന്നെ മുതിർന്ന ചില നേതാക്കളുണ്ട്, ജിതൻ റാം മാഞ്ചിയെ പോലെയുള്ള ആളുകൾ. അപ്പോൾ ഇവരെല്ലാം ഒരു ഭംഗിവാക്ക് എന്ന രീതിയിൽ മോദിയെ പുകഴ്ത്തുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇവരുടെയൊക്കെ വാക്കിന് എന്താണ് വില? ചരിത്രപരമായി പൂർവാശ്രമത്തിൽ എന്തെല്ലാമാണ് പറഞ്ഞത്, പിന്നീട് എന്താണ് പ്രവർത്തിച്ചത് എന്ന് ഏടുകൾ ചിന്തി നോക്കിയാൽ നമുക്കറിയാം. ഒരു വ്യക്തമായ ഒരു നിലപാട്, അവരുടെ സ്വന്തം കാര്യമെന്നതിൽ കവിഞ്ഞ് ശ്രീ നായിഡുവിനായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിതീഷ് കുമാറിനായിക്കൊള്ളട്ടെ, മറ്റൊന്നുമില്ല. അത് പല ആവർത്തി തെളിഞ്ഞതാണ്. പിന്നെ ശ്രീ മഞ്ജുഷ്, ഒന്ന് ആലോചിക്കൂ, ഈ വിവാഹമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് കാലത്തേക്ക് വളരെ വലിയ പ്രതീക്ഷയും ഹണിമൂണും ഒക്കെ തന്നെയാണ്. കല്ലുകടികളൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കുറച്ച് കഴിയുമ്പോഴാണ്. അപ്പോൾ ഇത് പുത്തരിയിൽ കല്ലുകടികളൊന്നും ഉണ്ടായില്ല എന്ന് ആശ്വസിക്കാം. കാരണം ഒരു സുസ്ഥിരമായ ഭരണം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഓഹരി വിപണി പോലും ഇന്ന്. BSE സെൻസിറ്റീവ് ഇൻഡെക്സ് ആയിക്കൊള്ളട്ടെ, NSE ഇൻഡെക്സ് ആയിക്കൊള്ളട്ടെ, റെക്കോർഡ് നിലവാരത്തിലെത്തുകയാണ്. 76,000 കടന്ന് മുന്നോട്ട് പോകുന്ന BSE സെൻസെക്സ് ഒരു സൂചനയാണെങ്കിൽ വിപണികൾ ഉൾപ്പെടെ ഇതെല്ലാം നോക്കുകയാണ്. പണം വന്ന് മറിയുന്ന സ്ഥലങ്ങളാണല്ലോ. അതുകൊണ്ട് വിപണി ഉൾപ്പെടെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുകയാണ്. ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് തൽക്കാലത്തേക്കെങ്കിലും ഉണ്ടാകും. ഇതേ ചിന്തയല്ലായിരുന്നു ഒരു 48 മണിക്കൂറിന് മുൻപുണ്ടായിരുന്ന ചിത്രമല്ല ഇത്. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് പകരം ഒരു നേതാവ് വേണം എന്നിവരാരും ആവശ്യപ്പെട്ടില്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാണ്. പിന്നെ ഇന്ത്യ മുന്നണി സ്വാഭാവികമായി തൽക്കാലം പിൻവലിഞ്ഞ് നിൽക്കാമെന്ന തീരുമാനമെടുത്തു. അതുകൊണ്ട് ആദ്യ ലെഗ് എന്ന് പറയുന്നത് സുഗമമായി മുന്നോട്ട് പോകും എന്ന പൊതുധാരണയാണ്. അതായത് ഒരു ബ്ലൈൻഡ് ട്രൈക്ക് പോലും അവസരം ഇന്ത്യ സഖ്യത്തിനുണ്ടായില്ല. ശരിയാണ്, അവർ ഭൂരിപക്ഷത്തിലേക്ക് അടുത്തില്ല, അതൊരു കാരണം തന്നെയാണ്. പക്ഷേ ഈ ചൂണ്ടയിൽ കൊത്തില്ല എന്നുള്ള കാര്യം അവർ നേരത്തെ തന്നെ മനസ്സിലാക്കി. ഒരു തവണ നായിഡുവിനെ വിളിച്ചു, നിതീഷ് കുമാറിനെ വിളിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകളുണ്ടായിരുന്നു. അത് ശരത് പവാർ നടത്തി എന്നുള്ളതായിരുന്നു. പക്ഷേ അതും പിന്നീട് നിഷേധിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു ശ്രമവും ഇന്ത്യ സഖ്യത്തിൽ നിന്നുണ്ടായില്ല എന്നാണ്. അതിൽ തന്നെ ഇന്ത്യ സഖ്യത്തിൽ ചില മുറുമുറുപ്പുകൾ ഉണ്ട്. അങ്ങനെ ചെയ്യണമായിരുന്നു അല്ലേ, ഒരു നീക്കം നടത്തിയെന്ന് തോന്നിക്കുന്ന രീതിയിലെങ്കിലും കാര്യങ്ങൾ പോകണമായിരുന്നു എന്നുള്ള അഭിപ്രായ പ്രകടനം ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികൾക്കെങ്കിലും ഉണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇവിടെ 2 വ്യക്തികളുടെ നിലപാട്, ഇന്ത്യ സഖ്യത്തിലെ 2 വ്യക്തികളുടെ നിലപാട് അവിടെ നിർണായകമായി. ഒന്ന്, കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ സമുന്നത നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ ഒരു പരിഹാസ കഥാപാത്രമായി, ഒരു ന്യൂനപക്ഷ സർക്കാരിൻ്റെ നേതാവായി, അല്ലെങ്കിൽ തട്ടിക്കൂട്ടിയെടുത്ത ഒരു മുന്നണിയുടെ നേതാവായി തൽക്കാലം അവരോധിക്കപ്പെട്ടാൽ, അദ്ദേഹമോ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാവോ അവരോധിക്കപ്പെട്ടാൽ താൽക്കാലിക ലാഭമുണ്ടാകുമെന്നല്ലാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് നഷ്ടക്കച്ചവടമാകും എന്ന വിവേകം രാഹുൽ ഗാന്ധിക്കുണ്ടായി. അതൊരു കാര്യം. രണ്ടാമത്തെ വലിയ UPA കക്ഷി, INDA മുന്നണി കക്ഷിയായ അഖിലേഷ് യാദവ് 37 സീറ്റുമായി അഖിലേഷിൻ്റെ കക്ഷി സമാജ്വാദി പാർട്ടി നിർണായകമായ ഒരു സ്ഥാനമാണ് ഇന്ത്യ മുന്നണിയിൽ. അഖിലേഷ് യാദവ് 8 വേടിനും എടുത്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു വേണ്ട, ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. പക്ഷേ കുറച്ചുകൂടെ ജൂനിയർ പാർട്ട്നേഴ്സാണ്, കുറച്ചുകൂടി സീറ്റുകൾ കുറവ് ലഭിച്ചവരാണ്. അത്യാവശ്യം ഉടനെ തന്നെ നമുക്ക് ശ്രമിക്കണം എന്ന രീതിയിൽ ഒരുപക്ഷെ മമതാ ബാനർജിക്ക് താല്പര്യം ഉണ്ടായിരുന്നിരിക്കണം, ഉടനെ തന്നെ ഒരു സർക്കാർ മാറ്റം വേണമെന്ന്. പക്ഷേ ഇതിനോടൊന്നും അനുകൂലമായിട്ടല്ല മൊത്തത്തിലുള്ള പ്രതികരണം ഉണ്ടായത്. ഒരു കാരണവശാലും ഇന്ത്യ മുന്നണിക്ക് അതിനുള്ള മാൻഡേറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം
പ്രീ ഇലക്ഷൻ കോയിലീഷനാണ് NDA. ആ ധർമ്മം, അതായത് ജനം നൽകിയ മാൻഡേറ്റ്, ആ മാൻഡേറ്റിനെ തിരസ്കരിച്ചുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയാൽ അത് ആത്യന്തികമായി ദോഷം ചെയ്യും എന്ന ഒരു ചിന്ത ഇന്ത്യ മുന്നണി നേതാക്കൾ. പക്ഷെ അത് ഈ ഇന്ത്യ മുന്നണിയെ വിമർശിക്കുവാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ആ ഒരു താല്പര്യം അത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അത് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും, അതിൽ EVM-ന്റെ കാര്യം അദ്ദേഹം എടുത്തു പറയുകയാണ്. EVM ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിച്ചത് കൊണ്ടുചെന്നെത്തുന്നത് എവിടെയാണ്? ഈ ഇന്ത്യ സഖ്യത്തിലാണ്. ഈ EVM-ൽ കൃത്രിമം കാട്ടിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് തലേ ദിവസം വരെ പറഞ്ഞിരുന്നു ഇവർ. അത് മാത്രമല്ല, അതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പോകാനിരുന്നപ്പോഴാണ് ഇല്ലേ അതിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫലം വന്നതിന് ശേഷം EVM ജീവനോടെ ഉണ്ടോ ഇല്ലയോ, EVM-ന് ജീവൻ തിരിച്ചു കിട്ടി തുടങ്ങിയ മോദിയുടെ വാക്കുകൾ ചെന്ന് കൊള്ളുന്നത് ഇന്ത്യ സഖ്യത്തിലേക്കാണ് അല്ലേ? ഇന്നത്തെ മോദിയുടെ അത് മാത്രമല്ല, കോൺഗ്രസിന് ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ സീറ്റുകൾ കൂട്ടി നോക്കിയാൽ പോലും ഇത്തവണ BJP-ക്ക് കിട്ടിയ സീറ്റുകളുടെ അത്രയും വരികയില്ല. എന്നിട്ടും തോറ്റ ടീമാണ് ഇപ്പോൾ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത് എന്ന കാര്യം പറയുന്നുവെന്ന്. അവിടെ ഒറ്റ ജയമേ ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യം മോദി അരക്കെട്ടുറപ്പിക്കുന്നത് ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതെ, അത് വളരെ വളരെ ലോജിക്കലാണ്. കാരണം ഇവിടെ മോദിയുടെ പ്രസംഗം ഇന്ന് നടത്തിയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ, പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടത്തിയ പ്രസംഗം കൊത്തും കോളും വെച്ച് തന്നെയാണ് നടത്തിയത്. ഇന്ത്യ മുന്നണിയെ സാമാന്യം നന്നായി ഒന്ന് തൂത്തുവിടുന്ന, പരിഹസിക്കുന്ന നരേന്ദ്രമോദിയെ കണ്ടു. അതുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM എന്താണ്, കാശിക്ക് പോയ EVM തിരിച്ചെത്തിയോ, അതോ GVM-ന് ജീവൻ വെച്ചോ, നിങ്ങളൊക്കെ പറഞ്ഞതുപോലെയാണോ നടന്നത്? നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും സീറ്റുകൾ ലഭിച്ചു? EVM-ൽ കൃത്രിമം കാണിച്ചിരുന്നുവെങ്കിൽ എങ്ങനെ ഇത്രയും സീറ്റ് ലഭിച്ചു എന്ന് ഭംഗ്യാന്തരേണ പരിഹാസപൂർവ്വം ചോദിക്കുന്ന നരേന്ദ്രമോദിയെ കണ്ടു. അദ്ദേഹം കൊയിലീഷൻ ധർമ്മത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മൻമോഹൻ സിംഗിന് 2 ഗവൺമെന്റുകളും കൊയിലീഷൻ ആയിരുന്നു എന്ന കാര്യം പോലും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് പാർട്ടി UPA 1-ൽ അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റുകൾ 150-ൽ താഴെയായിരുന്നു. അതുപോലെ UPA 2 അധികാരത്തിൽ വരുമ്പോൾ 206 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ഒറ്റയ്ക്ക് നേടിയത്. അതിനേക്കാൾ കൂടുതൽ 240 സീറ്റ് നേടിയ BJP-യെ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷത്തിന് ഏതാനും 30-32 സീറ്റുകളുടെ കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാൻഡേറ്റ് BJP-ക്ക് തന്നെയാണ് NDA-ക്ക് ലഭിച്ച മാൻഡേറ്റ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന മോദിയെ കണ്ടു. അതുകൊണ്ട് പരിഹാസത്തിൻ്റെ തോതുകൾ ഒന്നും തന്നെ മോദി കുറച്ചിട്ടില്ല. പക്ഷേ സഖ്യകക്ഷികളെ പുകഴ്ത്താനും വാഴ്ത്താനും ഒക്കെ മുൻ പതിവിൽ നിന്നും വ്യത്യസ്തമായി വളരെ വലിയ ബഹുമാനം കൊടുത്ത് പ്രധാനപ്പെട്ട സഖ്യകക്ഷികളെ വേദിയിൽ ചേർത്ത് പിടിക്കുകയായിരുന്നു. ശ്രീ S. ജയസൂര്യൻ, ഇവിടെ താങ്കൾ വരുന്നതിന് തൊട്ട് മുമ്പ് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ ഒരു കാര്യം, ഇന്നത്തെ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ നിതീഷ് കുമാർ മോദിയുടെ കാൽ തൊട്ട് വണങ്ങുന്നത് കണ്ടു, ചിരാഗ് പാസ്വാൻ കെട്ടിപ്പിടിക്കുന്നത് കൊണ്ടു, മോദിയോട് സ്നേഹമെന്ന് നായിഡു പറയുന്നത് കേട്ടു. അപ്പോൾ ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണ് എന്നാണ് ശ്രീ മോഹൻ വർഗീസ് പറയുന്നത്. കാരണം ഇതിനു മുൻപും ഇതൊക്കെ കാട്ടിയിട്ടുള്ള ആളുകളാണ് നിതീഷ് കുമാറും നായിഡുവും ഒക്കെ. പക്ഷെ അവിടെ പാലം വലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ അവസ്ഥ അതല്ല. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒന്നിച്ചു തന്നെ പിന്തുണ പിൻവലിച്ചാലും മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭൂരിപക്ഷം അപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളൊരവസ്ഥ കൂടിയുണ്ട്. മാത്രമല്ല, ദിവസങ്ങൾ കഴിയുന്തോറും ഈ പിന്തുണ വർദ്ധിച്ചു വരാനുമാണ് സാധ്യത. ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ BJP-യേക്കാൾ ഏറെ കഴിവുള്ളവരാണ് TDP-യും JDU-വും. കാരണം അവരനുഭവസ്ഥരാണ്. അവരുടെ നിലപാടുകൾ എല്ലാ കാലത്തും വ്യത്യസ്തമായിരുന്നു. പക്ഷെ എപ്പോഴും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ആ 2 പാർട്ടികളുടെയും നിലനിൽപ്പിനെയും വളർച്ചയെയും താല്പര്യത്തെയും സംരക്ഷിക്കാൻ കഴിയുന്ന നിലപാടുകളാണ് അവരെപ്പോഴും എടുത്തിരുന്നത്. ഇപ്പോൾ നിതീഷ് കുമാർ ആണെങ്കിൽ എത്ര തവണ എങ്ങോട്ട് ചാടിയാലും മറിഞ്ഞാലും അദ്ദേഹത്തിന്റെ കയ്യിൽ മുഖ്യമന്ത്രി പദം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിയെ വിട്ടുപോയാൽ ഒരു മന്ത്രിപദമോ അല്ലെങ്കിൽ ബീഹാറിലെ മുഖ്യമന്ത്രി പദമോ സുരക്ഷിതമാക്കി നിർത്തുവാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ശേഷി ഇന്ത്യ മുന്നണിക്ക് ഇല്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവർ കാണിക്കുന്ന ഈ ഒരു താല്പര്യവും സ്നേഹവും ബഹുമാനവും എല്ലാം എന്തുകൊണ്ട് തന്നെയാണെങ്കിലും അത് ആത്മാർത്ഥമാണ് എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക. ബദൽ മറ്റൊരു സംവിധാനമില്ല. ഇന്ത്യ മുന്നണിക്ക് ഇവരെ ചേർത്തുകൊണ്ട് അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. മാത്രമല്ല, മറുവശത്തേക്ക് പോയി എന്നിരിക്കട്ടെ, മറുവശത്തേക്ക് പോയാൽ ആരെയൊക്കെ തൊഴണം
ഇവരവിടെ ചെല്ലുമ്പോൾ ചെറിയൊരു പാർട്ടിയാണ്. മറുവശത്ത് ചെല്ലുമ്പോൾ അവിടെ SP ഉണ്ട്, ഇവരെക്കാൾ വലിയ പാർട്ടിയാണ്. അതുപോലെ തന്നെ മമതാ ബാനർജി വലിയ പാർട്ടിയാണ്, DMK വലിയ പാർട്ടിയാണ്, കോൺഗ്രസ്. ഇങ്ങനെ 4 പാർട്ടികളെ തൊഴണം. ഇവിടെ നിൽക്കുകയാണെങ്കിലോ ഒരാളെ തൊഴുതാൽ മതി, അത് നരേന്ദ്രമോദിയെ മാത്രം. അതുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു നീക്കം തന്നെയാണ് ശരി, ഈ നിലപാട് തന്നെയാണ് ശരി എന്ന് ഉറപ്പിക്കുവാൻ അവർക്ക് നമ്മളെക്കാൾ ഏറെ ബുദ്ധിയുണ്ട്, അനുഭവ പരിചയമുണ്ട്. അതുകൊണ്ട് ഈ മുന്നണി ശക്തമായി മുന്നോട്ട് പോകും, കാലാവധി മുഴുവൻ ഭരിക്കും. ഇനി ഒരിക്കലും ഇന്ത്യ മുന്നണിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷണത്തിനോ ഇവർ രണ്ടുപേരും മുതിരാൻ സാധ്യതയില്ല. അവര് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉറച്ച ഘടകകക്ഷികളായി അവരുടെ സംസ്ഥാനവും അതുപോലെ തന്നെ രാജ്യവും ഭരിക്കാനായിരിക്കും അവർ തീരുമാനിക്കുക. അതായിരിക്കും അവരുടെ ബുദ്ധിപരമായ നിലപാട്. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം, ഇന്നത്തെ പ്രസംഗത്തെക്കുറിച്ചും ഇവിടെ ചർച്ച ഞങ്ങൾ തുടങ്ങി വെച്ചത് അതാണ്. ഇനിയിപ്പോൾ മോദി ഗ്യാരണ്ടി എന്നല്ല, NDA ഗ്യാരണ്ടി എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോവുക. ഈ കഴിഞ്ഞ 2 തവണയും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളിൽ ഒന്നും ഒരിടത്തും ഈ NDAയുടെ നേതാക്കളെ കണ്ടില്ല. NDA എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സമ്പ്രദായം തന്നെയായിരുന്നു, അങ്ങനെ തന്നെയാണ് NDA സർക്കാർ എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇവർക്കൊന്നും ഒരിടത്തും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയുള്ള 5 വർഷം കാണാൻ പോകുന്നത് കഴിഞ്ഞ 10 വർഷം കണ്ട രീതിയിലല്ല. അതൊരു വലിയ മാറ്റമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ BJPയുടെ ഏത് നയങ്ങൾ നടപ്പാക്കണമെങ്കിലും അതിന് ഈ 2 പേർ മാത്രമല്ല മറ്റ് സഖ്യ പാർട്ടികൾ കൂടി അവരുടെ കൂടി അഭിപ്രായം കേൾക്കേണ്ടി വരും. അങ്ങനൊരു വ്യത്യസ്തമായ സാഹചര്യം നേരിടാൻ അത് നരേന്ദ്രമോദി ഇതിനു മുൻപ് ശീലിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതിൽ വൈഷമ്യങ്ങൾ ഉണ്ടാകും. അത് ഓരോ ദിവസവും ആ ഒരു എതിർപ്പ് കൂടി വരും. ഈ രീതിയിലുള്ള വിലയിരുത്തലിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ആ ഒരു സാഹചര്യം താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇതിനു മുമ്പ് ഒരു സഖ്യകക്ഷി ഗവൺമെന്റിനെ നയിച്ചിട്ടുള്ള ഒരു അനുഭവം ശ്രീ നരേന്ദ്രമോദിജിക്ക് ഇല്ല. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും 2 തവണ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു കക്ഷിയുടെ നേതാവ് ആണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. പക്ഷെ അതിനൊക്കെ മുമ്പ് ഈ രാഷ്ട്രീയ രംഗത്തേക്ക്, ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നതിന് മുൻപ് അദ്ദേഹം ഒരു മുഴുവൻ സമയ RSS പ്രചാരകൻ എന്നുള്ള നിലയിൽ തങ്ങളുടെ സംസ്ഥാനത്തെയും ഈ രാജ്യത്തിന്റെയും മുഴുവൻ രാഷ്ട്രീയ നീക്കങ്ങളെയും നേരിട്ട് മനസ്സിലാക്കാൻ അനുഭവമുള്ളയാളാണ്. കാരണം രാജ്യം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സംഘടനാ പ്രവർത്തനം മുതൽ ദേശീയ തലം വരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം വരെ കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന്, അവസരവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു മുന്നണി ഗവൺമെന്റിനെ നയിക്കേണ്ടത് എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ള അനുഭവം അദ്ദേഹത്തിനുണ്ട്. അതായത് ഇതിനു മുൻപ് അടൽ ബിഹാരി വാജ്പേയി 3 തവണ പ്രധാനമന്ത്രി ആയപ്പോഴും 28ഓളം ഘടകകക്ഷികളെ കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു. പൊഖ്രാൻ ആണവ സ്ഫോടനം അടക്കമുള്ള കാര്യങ്ങൾ, അന്താരാഷ്ട്ര നിലയത്തിൽ എത്രയോ വലിയ സമ്മർദ്ദം ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ കൂട്ടുകക്ഷി ഗവൺമെന്റിനെ നയിച്ച അടൽ ബിഹാരി വാജ്പേയിക്ക് സാധിച്ചുവെങ്കിൽ അതൊക്കെ അനുഭവിച്ചറിഞ്ഞ വ്യക്തി തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി. അതുകൊണ്ട് ഈ കൂട്ടുകക്ഷി ഗവൺമെന്റിനെ അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് നയിക്കും. മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ എങ്ങനെയാണ് ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിനെ നയിച്ചുകൊണ്ട് ലോക നേതൃത്വത്തിലേക്ക് ഉയരേണ്ടത് എന്നും സമർത്ഥമായി കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടി എന്നുള്ളതായിരിക്കും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടി വരിക. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ മന്ത്രിമാർ ആരൊക്കെ എന്ന ചർച്ചകൾ സജീവമായി തന്നെ നടക്കുകയാണ്. ഒരുപാട് അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. ചർച്ചകളുടെ ഇൻസൈഡ് സ്റ്റോറീസ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായിട്ട് മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത് ഘടകകക്ഷിയിൽ നിന്ന് അല്ലേ? അതിൽ ഏറ്റവും കൂടുതൽ ക്ലെയിം വയ്ക്കുവാൻ അർഹർ എന്ന് പറയുന്നത് TDP ആണ്. കാരണം ഘടകകക്ഷികളിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ അവർക്കാണ്, 16 സീറ്റുകളുണ്ട്. അതിൽ അവർ 4 എണ്ണമെങ്കിലും വേണമെന്ന് നിർബന്ധം പിടിക്കും. സ്പീക്കർ പദവിക്ക് വേണ്ടി അവർ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 എണ്ണമെങ്കിലും JDU തങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്ന രീതിയിൽ വാദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പക്ഷേ പ്രധാനപ്പെട്ട സുപ്രധാന വകുപ്പുകൾ, ഇപ്പോൾ ആഭ്യന്തരം, അതുപോലെ തന്നെ പ്രതിരോധം, ധനമന്ത്രാലയം, ഇതൊന്നും വിട്ടുകൊടുക്കുവാൻ എന്തായാലും BJP തയ്യാറാവുകയില്ല. വിദേശകാര്യം, ഇതൊന്നും ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. ഇവരെ ഈ ആവശ്യപ്പെടുന്ന മന്ത്രിസ്ഥാനങ്ങൾക്ക് താഴെ നിർത്തുവാനായിട്ടുള്ള കെൽപ്പ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടോ, അതോ വഴങ്ങേണ്ടി വരുമോ? 4 MP-മാർക്ക് ഒരു മന്ത്രി, ഈ ഫോർമുല ആണ് ഘടകകക്ഷികൾ ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ 16 MP-മാരുള്ള തെലുങ്ക് ദേശം പാർട്ടിക്ക് 4 മന്ത്രിമാർ, അതിൽ ക്യാബിനറ്റ് എത്ര, സഹമന്ത്രി എത്ര എന്നത് മറ്റൊരു കാര്യം. അതുപോലെ ജനതാദൾ യുണൈറ്റഡിന് 12 MP-മാരാണ് ഉള്ളത്.
അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി 4-1 എന്ന് പറയുമ്പോൾ 3 പേർക്ക് വീതം 3 പേർക്ക് ഒരു പക്ഷേ അവസരമുണ്ട്. ഷിൻഡെയുടെ പാർട്ടിക്ക് 9 MP-മാരാണുള്ളത്. അപ്പോൾ അങ്ങനെ 8 MP-മാരാണുള്ളത്. ഈ 8 MP-മാർക്ക് വേണമെങ്കിൽ 2 മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെടാം. അങ്ങനെ എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനങ്ങൾ, ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്ക്, എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഊഹമാണ്, തെലുങ്ക് ദേശം പാർട്ടിക്ക് 1-2 ക്യാബിനറ്റ് മന്ത്രിപദം ഉണ്ടാവാം. ബാക്കി സഹമന്ത്രിമാരെ നൽകാനാണ് സാധ്യത. ജനതാദൾ യുണൈറ്റഡിന് ഒരു ക്യാബിനറ്റ് മന്ത്രിയെങ്കിലും ഉറപ്പായിട്ടുണ്ടാകും. ചിലപ്പോൾ 2 മന്ത്രിമാരുണ്ടാകാൻ സാധ്യതയുണ്ട്. JDU-വിന് റെയിൽവേ മിനിസ്റ്റർ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ആ പദവിയിൽ ഉണ്ടായിരുന്നവരുമാണല്ലോ. ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന കല്ലുകടി സ്പീക്കർ പദവിയായിരിക്കും. തെലുങ്ക് ദേശം ഒന്നും കാണാതെയല്ല സ്പീക്കർ പദവി ചോദിക്കുന്നത്. കാരണം അവർക്കറിയാം, BJPയെ സംബന്ധിച്ചിടത്തോളം തന്ത്രജ്ഞന്മാർക്ക് യാതൊരു കുറവുമില്ല. അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ MP-മാരായി ജയിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏത് പ്രാദേശിക കക്ഷിയെയും, കൂടെ നിൽക്കുന്ന ഒരു കക്ഷിയെ പോലും പിളർത്തിയെടുക്കാൻ യാതൊരു മടിയും ചരിത്രപരമായി കാണിച്ചിട്ടില്ല. അത് തെലുങ്ക് ദേശം, അത് ശിവസേനയാകട്ടെ NCP ആകട്ടെ ഒക്കെ പിളർത്തി കൂടെ നിൽക്കുകയും മറുത്തു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കക്ഷികളെ പിളർത്തിയാൽ, അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായാൽ, ലോക്സഭാ സ്പീക്കർ സ്വന്തം പാർട്ടിക്കാരനാണെങ്കിൽ ആ സ്പീക്കറിലൂടെ ഒരു പക്ഷേ പ്രിവെയിൽ ചെയ്യാൻ സാധിക്കും എന്ന അതൊരു ഡിഫൻസ് സിസ്റ്റമാണ്. അതുമാത്രമല്ല, മന്ത്രാലയങ്ങൾ, മന്ത്രിമാരുടെ ഓഫീസിൽ നിന്നും ഫയലുകൾ വിളിക്ക് വരുത്താനും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പോലും സഭയിൽ എത്തിക്കാനും ഒക്കെ സ്പീക്കർക്ക് കഴിയും. അതുകൊണ്ട് സ്പീക്കറുടെ പദവിയെ തുച്ഛീകരിച്ച് കാണാനാവില്ല. അതുകൊണ്ട് ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയേക്കാൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ നിർണായകം സ്പീക്കർ സ്ഥാനമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇത് നോക്കൂ, വകുപ്പുകളുടെ കാര്യം. ഇവിടെ ധനകാര്യം, വിദേശകാര്യം, ആഭ്യന്തരം, ഇത് നിർണായക വകുപ്പുകളാണ്. അതുപോലെ റെയിൽവേ ഉൾപ്പെടെയുള്ള നിർണായകമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ഘടകകക്ഷികൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ആഭ്യന്തര മന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ഉചിതനായ BJPയുടെ ഒരു നേതാവിനെ തന്നെ ഒരുപക്ഷെ രാജ്നാഥ് സിംഗിനെയോ അമിത്ഷായ്ക്ക് പകരം രാജ്നാഥ് സിംഗിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഡിഫൻസ് മന്ത്രാലയം ഒരു ഘടകകക്ഷിക്ക് കൊടുക്കാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അതിന് വഴങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് BJPയുടെ ഒരു ആശയം, ഒരു ക്യാബിനറ്റിൽ പോലും വരുന്നതിന് മുൻപേ ഈ നേതാക്കളാണ് ആദ്യം, പ്രധാനപ്പെട്ട വകുപ്പുകളുള്ള ആളുകളാണ് ആദ്യം ഇൻഫോർമലായി സംസാരിച്ചതിന് ശേഷമാണ് ഒരു കാര്യം ക്യാബിനറ്റിൽ പോലും കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ലിവറേജ് നഷ്ടപ്പെടുത്തിയാൽ BJP ആദ്യ റൗണ്ടിൽ തന്നെ ഘടകകക്ഷികൾക്ക് കീഴടങ്ങുന്ന അനുഭവമാകും. അത് ഒഴിവാക്കാൻ എല്ലാ ശ്രദ്ധയുമുണ്ട്. ഇപ്പോൾ കിട്ടുന്ന സൂചന അനുസരിച്ച് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ മന്ത്രിമാരുടെ എണ്ണം കൊണ്ട് ചിലപ്പം സഹമന്ത്രിമാരുടെ എണ്ണമൊക്കെ കൊടുത്തേക്കാൻ, ചിലപ്പോൾ ഉപമന്ത്രിമാരെയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രതീതി ജനിപ്പിക്കും. ഒരു മന്ത്രാലയം, ഓഫീസ്, കാറ്, അതൊക്കെ മാത്രം മതിയാവും ചില ഘടകകക്ഷി നേതാക്കൾക്ക്. ഇവരെല്ലാം സന്തോഷിപ്പിച്ച് തന്ത്രപ്രധാനമായ വകുപ്പുകൾ കൂടെ നിർത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ശ്രീ മഞ്ജുഷ്, ഇതൊരു തൽക്കാലത്തെ കല്ലുകടി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ശ്രീ ജയസൂര്യൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ജയസൂര്യൻ പറഞ്ഞത് തൽക്കാലം എന്ന് മാത്രമല്ല 5 വർഷത്തേക്കും ഒരു കല്ലുകടിയും ഉണ്ടാവുകയില്ല എന്നാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നു? രാഷ്ട്രീയത്തിൽ ശ്രീ മഞ്ജുഷ് 5 വർഷം ഒരു യുഗമല്ലേ? ഒരു യുഗമൊന്നുമല്ല, 1 വർഷം തന്നെ ഒരു യുഗമാണ്. അപ്പോൾ ഈ ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ഇപ്പോഴേ പ്രവചിക്കുക അസാധ്യം. പക്ഷേ ഒരു സൂചന, എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതായത് ഈ NDA ഇപ്പോൾ തൽക്കാലം കഷ്ടിച്ച് ഭൂരിപക്ഷത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ NDA സംവിധാനം ഏതാനും മാസങ്ങൾക്കുള്ളിൽ BJPയുടെ തന്ത്രശാലികളായ നേതാക്കൾ ഇടപെട്ടാൽ INDA കക്ഷികളെ ചിലരെയൊക്കെ മെർജ് ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ശിവസേന BJPയോട് പ്രത്യയശാസ്ത്രപരമായ ഐക്യദാർഢ്യമുള്ളൊരു കക്ഷിയാണ്. അപ്പോൾ ശിവസേന, ഉദ്ധവ് താക്കറെ, ഷിൻഡെ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ച് അവരുടെ ഒരു മെർജർ നടന്നാൽ അങ്ങനെ 9 സീറ്റുകളും കൂടി ഒരുമിച്ച് വരികയാണ്. അപ്പോൾ ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പദത്തിൽ മാറ്റമുണ്ടാകാം. അത് ഷിൻഡെ കൂടി അംഗീകരിക്കുകയാണെങ്കിൽ സംയുക്ത ശിവസേന സ്വാഭാവികമായി മഹാരാഷ്ട്രയിൽ BJPയോടൊപ്പം ചേരും. നിതീഷും നായിഡുവും ഒരുമിച്ച് ശ്രമിച്ചാൽ പോലും സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റുകയില്ല. അതാണ് പ്ലാൻ B. അപ്പോൾ പ്ലാൻ A എന്ന് പറയുന്നത് തൽക്കാലം നിതീഷിനെയും ഒക്കെ കൂടെ കൊണ്ടുപോവുക, അവരുടെ ഡിമാൻഡ് കുറേയൊക്കെ അംഗീകരിക്കുക, പൂർണ്ണമായി വിട്ടുകൊടുക്കാതിരിക്കുക. പ്ലാൻ B എന്ന് പറയുന്നാൽ ഇവർ മാറിപ്പോകുന്ന അവസ്ഥ വന്നാൽ തീർച്ചയായും മറ്റ് കക്ഷികളെ, ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ ഒരുമിച്ച് നിർത്താനുള്ള
പ്ലാൻ ബി കൂടി റെഡിയായി വരികയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എങ്ങനെ വന്നാലും 5 വർഷത്തേക്കുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറായിട്ടുണ്ട്. അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ മാത്രമേ സംശയം. പക്ഷേ താങ്കൾ ജയസൂര്യന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. 5 വർഷവും ഇപ്പോൾ ഉറപ്പാണെന്ന്. 5 വർഷം ജയസൂര്യന്റെ അഭിപ്രായത്തോട് ഭാഗികമായി എനിക്ക് യോജിക്കാൻ കഴിയും. കാരണം 5 വർഷം എന്നുള്ള നിലയിലല്ല, തൽക്കാലത്തേക്ക് മുന്നോട്ട് പോകും. പക്ഷേ ഇത് കൺസോളിഡേറ്റ് ചെയ്യാൻ കൂടുതൽ സാധ്യത ഇന്ത്യ മുന്നണിക്കല്ല, മറിച്ച് എൻ ഡി എക്ക് തന്നെയാണ്. കാരണം അതാണ് പൊളിറ്റിക്കൽ മാനേജ്മെന്റിന്റെ എൻ ഡി എയുടെ ചരിത്രം. ആ ചരിത്രം വെച്ച് ഞാനിതിന് നൈതികതയല്ല സംസാരിക്കുന്നത്, ചരിത്രപരമായ വസ്തുതകളെ ഊന്നി മാത്രമേ നമുക്ക് പ്രൊജക്ട് ചെയ്യാനാവൂ. അങ്ങനെ നോക്കുമ്പോൾ എൻ ഡി എക്ക് തന്നെയാണ് 5 വർഷം പൂർത്തീകരിക്കാൻ സാധ്യത. ഈ ഇന്ത്യ സഖ്യം ശിഥിലമായി പോകും കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം, അങ്ങനെ ഒരു വിലയിരുത്തൽ താങ്കൾക്കുണ്ടോ? കാരണം ഇനി പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡൽഹിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആപ്പും കോൺഗ്രസും രണ്ടായിട്ട് തന്നെ മത്സരിക്കേണ്ടി വരും. അതിപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഇന്ത്യ സഖ്യങ്ങൾ പരസ്പരം പോരടിക്കുന്ന രീതിയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരും. അതോടുകൂടി ഒരു യോഗം പോലും കൂടാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണോ? ആദ്യത്തെ ഉരകല് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നിർണായകമായ ഒരു മാൻഡേറ്റ് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വന്നു. അത് പലരെയും സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമാണ്. അത് കൺസോളിഡേറ്റ് ചെയ്യുകയും ഭരണത്തിലെത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയാതെ വരികയും ചെയ്താൽ അവിടുത്തെ സാഹചര്യങ്ങൾ മാറിമറിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശിവസേനകൾ ഒരുമിക്കാൻ സാധ്യതയുണ്ട്, NCP പോലും ഒരുമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ടെസ്റ്റ് ഡോസ് മഹാരാഷ്ട്രയാണ്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി ആം ആദ്മിയും കോൺഗ്രസും വെവ്വേറെ മത്സരിക്കണം. അവരുടെ ഹണിമൂൺ അവസാനിച്ചു കഴിഞ്ഞു. പഞ്ചാബിൽ ഒരുമിച്ച് മത്സരിക്കാനാവില്ല, ഡൽഹിയിൽ ഒരുമിച്ച് മത്സരിക്കാനാവില്ല. അപ്പോൾ പിന്നെ എന്ത് ഇന്ത്യ മുന്നണിയാണ്? അപ്പോൾ സ്വാഭാവികമായി പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ശരി, ശ്രീ ഫക്രുദ്ദീൻ അലി കൂടി ചേരുകയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, 2 നിരീക്ഷണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല, സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇന്ന് നിതീഷ് കാൽ തൊട്ട് വണങ്ങിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ. ചിരാഗ് പാസ്വാൻ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. സ്നേഹമാണ് മോദിയോടെന്ന് നായിഡു വ്യക്തമാക്കുന്നു. അങ്ങനെ പ്രശംസകൾ കൊണ്ട് മൂടുകയാണ് ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കണ്ടത്. അപ്പോൾ ഇതോടുകൂടി ഈ മുന്നണിയിലെ കെട്ടുറപ്പ് വ്യക്തമായി കഴിഞ്ഞു. BJP കേന്ദ്രങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് താങ്കൾ ആ ഒരു നിരീക്ഷണം നടത്തുന്നയാളാണോ? പെർഫോമൻസ് കണ്ടിട്ട് അത് തോന്നുന്നു. ഇതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, സംഭവം ഈ ചന്ദ്രബാബു നായിഡുവിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ ഐക്യമുന്നണി വന്നിട്ട് ഈ CPM-ന്റെ കൂടെ മത്സരിച്ചിട്ട് വാജ്പേയി BJP തൊട്ടുകൂടായി വന്നത് രായ്ക്ക് രാമായണം കടമ ടീംസാണ്. അപ്പോൾ അതുകൊണ്ട് വിശ്വസിക്കാനും കൊള്ളില്ല. പിന്നെ മറ്റാരാ, നിതീഷിനെ സംബന്ധിച്ച് വേറൊരു ഗുണമുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ ഒരു സംസ്ഥാനത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങേര് മരിക്കാൻ കിടക്കുന്ന സമയത്ത് BJPക്കോ അങ്ങനെ രാഷ്ട്രപതിയാക്കും. അതോടുകൂടി അങ്ങനെ ഹാപ്പി, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാം. ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല, ചന്ദ്രബാബു നായിഡു. എനിക്ക് ആളൊരു ബഹുമാനമില്ല കേട്ടോ, പണ്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ പക്ഷേ ഒരു കാര്യമുണ്ട്, അപ്പുറത്ത് BJP അതാണ് കാര്യം. കാരണം ഈ വളരെ സാത്വികനായ വാജ്പേയിൻ്റെ സമയത്ത് പോലും ഇവർ ലാസ്റ്റ് ടൈം അവർ പിന്നെ കുഴപ്പമില്ലാതെ ഭരിക്കുകയും അവർ പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് അവരുടെ പോളിസിയിൽ അവരുടെ കോമൺ മിനിമം പ്രോഗ്രാമുണ്ട്, അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ ഡെലിവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് സാഹചര്യങ്ങൾ ഇത്രത്തോളം അനുകൂലമായിരുന്നില്ല. കോൺഗ്രസിൻ്റെ പിടി എല്ലാ സെക്ടറിലും, അപ്പോൾ ഡിഫൻസ് ആണെങ്കിലും ഹോം മിനിസ്ട്രി ആണെങ്കിലും അതുപോലെ തന്നെ മാനവശേഷി വികസനമാണെങ്കിലും എല്ലാ തലത്തിലും കോൺഗ്രസിൻ്റെ പിടി അതിശക്തമായിരുന്നൊരു സമയമായിരുന്നു. കോൺഗ്രസ് ഭരണം പോയിട്ടുണ്ടെങ്കിലും കോൺഗ്രസിനായിരുന്നു ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഇവിടെ ബാക്കി വെച്ചെന്ന് തോന്നില്ലേ, അതുപോലെയാണ്. കോൺഗ്രസിന് ഭരണം പോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ നിയമിച്ച അവരുടെ ആശ്രിതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിരുന്നു തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് പോലും അവർ ഇപ്പോൾ ടേം തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ടുള്ള അതിശക്തനായ ഒരു നേതാവ്. 2 വാജ്പേയി കൂടിയാൽ ഒരു നരേന്ദ്രമോദി എന്ന്, 4 വാജ്പേയി 2 അഡ്വാനി കൂടിയ ഒരു നരേന്ദ്രമോദിയാണ്. അപ്പം നരേന്ദ്രമോദി അപ്പത്ത് ഇന്ത്യനെ നിങ്ങൾ കാണാത്ത ഒരാളുണ്ട്, ഡോവൽ കർട്ടൻ്റെ പിന്നിൽ നിൽക്കുന്നത്. പിന്നെ അമിത്ഷാ, പിന്നെ യോഗി ആദിത്യനാഥ്. മാത്രമല്ല സിസ്റ്റം മൊത്തം ഇവർ ഹിന്ദുത്വവൽക്കരിച്ചിട്ടുണ്ട്. പണ്ടത്തെ കോൺഗ്രസ്സിന് ഇപ്പോൾ കോൺഗ്രസ്സായ സിസ്റ്റമല്ല, സിസ്റ്റം ഇപ്പോൾ ഹിന്ദുത്വമാണ്. അപ്പോൾ ഇയാൾ ഈ തെക്കൻ സംസ്ഥാനത്ത് കിടന്ന് അധികം കളിച്ചു കഴിഞ്ഞാൽ ഇയാളെ പിന്നെ MP-മാരെ മൊത്തം വേണമെങ്കിൽ BJP അങ്ങ് ഏറ്റെടുക്കും. നായിഡുവിൻ്റെ. അപ്പോൾ അതിനുള്ള ഒരു ഉറപ്പൊക്കെ BJP ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് കോംപ്രമൈസ് ഒന്നും മോഡി ചെയ്യുമെന്നും പ്രതീക്ഷിക്കേണ്ട. ഈ എന്താണ് ഇയാൾക്കെടുക്ക പിന്നെ പണ്ട് പിന്നെ ഐക്യമുന്നണിയൊക്കെ ഉണ്ടായിരുന്ന പോലെ കിങ് മേക്കറായിട്ട് വല്ലസാന്ന് വിചാരിക്കണം, നടക്കാൻ പോകുന്നില്ല. അപ്പോൾ കിങ് മേക്കർമാർ ഉണ്ടാവുകയില്ല ഇവിടെ, ഉണ്ടാവില്ല. ഒരു കിങ് മേക്കർ ഉണ്ടാവും, ഡോവലായിരിക്കും. അത്തരമൊരു നിരീക്ഷണത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മജിദ് ഡോവൽ പിന്നണിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കപ്പാസിറ്റിയുള്ള ആളാണ്. ഇന്ത്യയുടെ വിദേശ നയവും ഒരുപക്ഷെ വലിയ തന്ത്രശാലിയായ ഒരു ആളെന്നുള്ള നിലയിൽ, ഒരു ബ്യൂറോക്രാറ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രവർത്തിക്കാം. പക്ഷേ ഇവിടെ
കിങ് മേക്കർമാരെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് ആദ്യ റൗണ്ടിൽ തന്നെ മോദി ചെയ്തത്. കാരണം അതുകൊണ്ടാണ് ഷോയിങ് ദി പാർട്ട്ണർ ഹിസ് ഓർ ഹർ പ്ലേസ് ഇത് ചെയ്തു. പിന്നെ വ്യക്തമായ ഒരു സന്ദേശമാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ പ്രഭാഷണത്തിലുണ്ടായത്. ഞങ്ങൾ ഫെഡറൽ തത്വങ്ങൾ പാലിക്കും. അപ്പോൾ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു, കമ്പറ്റിറ്റീവ് ഫെഡറലിസത്തെക്കുറിച്ച്, മത്സര അധിഷ്ഠിതമായ ഒരു ഫെഡറൽ വ്യവസ്ഥയെക്കുറിച്ച്. ഈ ഫെഡറലിസം എന്നൊരു വാക്ക് പോലും അത്യപൂർവമായിട്ട് മാത്രം സംസാരിച്ചിരുന്ന ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ ഫെഡറലിസത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നത് നിങ്ങൾ ബീഹാറുകാർക്ക് പ്രത്യേക സംസ്ഥാന പദവി നൽകാനാവില്ല. വിട്ടുവീഴ്ചയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഫക്രുദ്ദീൻ അലി പറയുന്നത് അല്ലേ? വലിയ വിട്ടുവീഴ്ചയൊന്നും വേണം. ഈ ഫെഡറലിസത്തെ പറ്റി സംസാരിക്കുകയാണ്. ഇപ്പോൾ ഒരു മേക്കപ്പിന് വേണ്ടി ഇതൊന്നും സംസാരിച്ചില്ല, ഇപ്പോൾ ശരിയാവില്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തല്ലേ. അപ്പോൾ അവർക്ക് റെസ്പെക്ട് കൊടുത്തില്ല എന്നുള്ള ഫീൽ ഉണ്ടാവില്ല. ആ ഫീൽ ഒരിക്കലും മൂപ്പർ ഉണ്ടാക്കില്ല. പക്ഷേ ഇത് വെച്ചിട്ട് കാര്യം മുമ്പ് പിന്നെ ഗുജറാളിനെയും ഗൗഡേനെയൊക്കെ എന്താ പറയുക, പിന്നെ നിന്ന് കളിച്ചിട്ട് കുത്തി, അതുപോലെ തന്നെ തോക്കുമുനയിൽ നിർത്തി ഭരിച്ചില്ലേ, ആ പരിപാടി നടക്കാൻ പോകുന്നില്ല. നടക്കാൻ പോയാൽ നമ്മൾ വേറെ പല ന്യൂസും കേൾക്കേണ്ടതായിട്ട് വരും. ശരി, ശ്രീ മോഹൻ വർഗീസ്, അത് കഴിഞ്ഞ് എനിക്ക് ജയസൂരിലേക്ക് പോകണം. അതെ, ഈ മുൾമുനയിൽ നിർത്തി ഭരിക്കാനൊക്കുന്ന ഒരു സംവിധാനമല്ല ഇപ്പോഴത്തെ നരേന്ദ്രമോദി ആകട്ടെ BJP സംവിധാനമാകട്ടെ. BJP ഇപ്പോൾ ആന മെലിഞ്ഞു കഴിഞ്ഞു, പക്ഷേ തൊഴുത്തിൽ കെട്ടാറായിട്ടില്ല. അപ്പം BJPയുടെ അടിത്തറ ഇൻടാക്റ്റാണ്, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് അത് തുച്ഛീകരിച്ച് കാണാനാവില്ല BJP എന്ന പാർട്ടിയെ, അല്ലെങ്കിൽ സംഘപരിവാർ ഉയർത്തുന്ന ഒരു നറേറ്റീവിനെ. ഇതിനെയൊന്നും തുച്ഛീകരിച്ച് കാണാനാവില്ല. തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ അപ്രതീക്ഷിതമായ സെറ്റ് ബാക്ക് കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിൽ പൊതുവേ BJPക്കുണ്ട് എന്ന് കരുതുന്ന ആ ഒരു ജനറൽ മേൽക്കോയ്മ ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ ആ യാഥാർത്ഥ്യം നിലനിൽക്കെ പെട്ടെന്ന് വലിയ സാഹസത്തിനൊന്നും മുതിരാൻ ചെറിയ കക്ഷികൾ തയ്യാറാവില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന പരമാവധി ഒരു കാര്യങ്ങൾ വാങ്ങിയെടുത്തുകൊണ്ട് തൽക്കാലത്തേക്ക് 5 വർഷം പൂർത്തിയാക്കാൻ അവരും ശ്രമിക്കും. കാരണം ഇതിനേക്കാൾ കൂടുതൽ ഒന്നും തന്നെ ലഭിക്കാനില്ല ഇന്ത്യ മുന്നണിയിൽ പോയാൽ. നോക്കൂ, ഇന്ത്യ മുന്നണിയിൽ ശ്രീ ജയസൂര്യൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതേ ഒബ്സർവേഷനാണ് എനിക്കുള്ളത്. കാരണം ഇന്ത്യ മുന്നണിയിൽ വളരെ ദുർബലമായ ഒരു കേന്ദ്രീകൃത കക്ഷി കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ ശക്തി വീണ്ടെടുക്കുന്നു. പക്ഷേ രണ്ടാമത്തെ വലിയ കക്ഷി 37 സീറ്റുള്ള സമാജ്വാദി പാർട്ടിയുടെ പകുതിയേ ഉള്ളൂ ചന്ദ്രബാബു നായിഡുവിന്. അപ്പോൾ ആർക്കാണ് പിൻബലം? അവിടെ ചന്ദ്രബാബു നായിഡുവിനാണോ ഇന്ത്യ മുന്നണിയിൽ പ്രാധാന്യം ലഭിക്കുന്നത്, അതോ അഖിലേഷ് യാദവിനാണോ? അതുപോലെ മൂന്നാമത്തെ വലിയ കക്ഷി തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി കടുത്ത വിലപേശലിന് പേരുകേട്ട സ്ത്രീയാണ്. അപ്പൊ അവരെ 29 MP വെച്ച് വിലപേശില്ലേ? അതൊക്കെ അതിനുശേഷമാണ് DMK. എന്ത് വിട്ടുവീഴ്ചയും ഇന്ത്യ സഖ്യം ചെയ്യും. എത്ര വിട്ടുവീഴ്ച ചെയ്താലും മറ്റുള്ളവർ അത് പൊടിയത്തില്ലേ? അപ്പം ഇവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്താൽ പുതിയതായി ചേർക്കപ്പെടുന്ന, ഇനി ഹൈപ്പോത്തറ്റിക്കലി നിതീഷിനെയും ചന്ദ്രബാബുവിനെയും കൂടെ ചേർത്താൽ, അവർക്ക് വലിയ സ്ഥാനങ്ങൾ നൽകിയാൽ മറ്റേ ഒരു ഓൾറെഡി കൂടെയുള്ള ആളുകൾ പിണങ്ങില്ലേ? അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ എളുപ്പം സാധിക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെയുള്ള നമ്പേഴ്സിലാണ് ഇപ്പോൾ ലോക്സഭയിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ സങ്കീർണമായ ഒരു അവസ്ഥയാണ്. ആ സങ്കീർണതയിൽ എത്രത്തോളം സ്റ്റേറ്റ്സ്മാൻഷിപ്പ് കാണിക്കാൻ സാധിക്കും മോദിക്ക്, എത്രത്തോളം മെയ്വഴക്കം കാട്ടാൻ സാധിക്കും പൊളിറ്റിക്കൽ മാനേജേഴ്സിന്. അവിടെ അമിത്ഷാ മാറി നിൽക്കും. തിരശ്ശീലയ്ക്ക് പിന്നിലായിരിക്കും അമിത്ഷായുടെ സ്ഥാനം. ആ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത് ഒന്ന് JP നഡ്ഡ, അത് RSSൽ സ്വീകാര്യനാണ്. അതുപോലെ തന്നെ ഒരു മൈൽഡ് വ്യക്തിത്വമാണ്, ഘടകകക്ഷികൾക്കും സ്വീകാര്യനാകും. അതുപോലെ രാജ്നാഥ് സിംഗ്, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേബിൾ വ്യക്തിത്വം. ഈ 2 പേരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. നേരത്തെ ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി, അമിത്ഷാ 4ാമതായി മാറിയിട്ടുണ്ടായിരുന്നു. ശരി, എന്താണ് ജയസൂര്യൻ, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അമിത്ഷായുടെ സ്ഥാനം താഴേക്ക് പോയി എന്ന് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ അമിത്ഷായുടെ അല്ലെങ്കിൽ JP നദ്ദയുടെ അതല്ലെങ്കിൽ ഗഡ്കരിയുടെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരെ ഒറ്റ വ്യക്തിത്വങ്ങളായി കാണാൻ കഴിയുമെങ്കിൽ പോലും BJP എന്ന സംവിധാനവും അതുപോലെ തന്നെ ഇവരെല്ലാം കൂറു പുലർത്തുന്ന RSS എന്ന് പറയുന്ന അടിത്തറ സംവിധാനവും ഇപ്പറഞ്ഞവരെല്ലാവരിലും ചെലുത്തുന്ന സ്വാധീനം അതിശക്തമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തികൾക്കൊന്നും സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയെയോ ഈ മന്ത്രിസഭയെയോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അതാണ് BJPയുടെ സ്ട്രക്ചർ. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത ഒരു സ്ട്രക്ചറാണ് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ നരേന്ദ്രമോദിജിയെ ഉയർത്തി നിർത്തിയിരിക്കുന്നു, നരേന്ദ്രമോദി വലിയ വിഗ്രഹമാണെന്നൊക്കെ പറഞ്ഞാൽ അത് മനഃപൂർവ്വം ബോധപൂർവം പ്ലാൻ ചെയ്ത് നരേന്ദ്രമോദിയെ വിഗ്രഹമാക്കിയതാണ്. ആ വിഗ്രഹത്തിന്റെ കാലാവധി കഴിഞ്ഞാൽ അടുത്ത വിഗ്രഹം, അത് കഴിഞ്ഞാൽ അടുത്ത വിഗ്രഹം, അങ്ങനെ അതിനെ പൊസിഷൻ ചെയ്യാൻ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സംവിധാനമാണ് RSS എന്ന് പറയുന്ന BJPയുടെ പിന്നിലുള്ള അടിത്തറ. അപ്പോൾ അത് RSSും BJPയും ഒക്കെ ആ രീതിയിൽ ഇത് കൃത്യമായി ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നവരായതുകൊണ്ട് വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല.
പിന്നെ ഈ പറയുന്ന വ്യക്തികളൊക്കെ തന്നെ അവരവരുടേതായിട്ടുള്ള നിലപാടിൽ കരുത്തുറ്റവരാണ്. അവരുടേതായ ആദർശമുള്ളവരാണ്. ഇച്ഛാശക്തിയും ശേഷിയും ശേമുഷിയും തന്ത്രവും ഒക്കെ ഉള്ളവരാണ്, അനുഭവജ്ഞരുമാണ്. പക്ഷെ അവര് തമ്മിലൊരു മത്സരം, അല്ലെങ്കിൽ അവർക്കൊരു ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് പുറത്തു നിന്ന് നോക്കി പറയാമെന്നല്ലാതെ അകത്ത് ഉണ്ടാകുമെന്ന് ഞാൻ തീരെ കരുതുന്നില്ല. ശരി, ശ്രീ ഫക്രുദ്ദീൻ അലി, മന്ത്രിസഭാ ചർച്ചകൾ മന്ത്രിമാർ ആരൊക്കെ എന്നുള്ള ചർച്ചകൾ തുടരുകയാണ്. കൂടുതൽ ഇൻസൈഡ് സ്റ്റോറികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി എന്തായാലും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു എന്ന് തന്നെയാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കണമെന്ന് നേരത്തെ തന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവല്ലോ. നേരത്തെ ഈ പ്രചാരണ സമയത്ത് പോലും അത് സജീവമായി വന്നിരുന്നതാണ്. അപ്പോൾ ഈ പൊതുവെ ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു ചർച്ചകൾ നടക്കുമ്പോൾ ഘടകകക്ഷികൾ സ്വാഭാവികമായിട്ടും സമ്മർദ്ദം ചെലുത്തും. അത്തരമുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമോ തുടക്ക സമയമായതുകൊണ്ട്? അല്ല, അതുണ്ടാവും തോന്നുന്നില്ല. കാരണം ഒരു പരിധി കൂടുതലൊന്നും വഴങ്ങാൻ സാധ്യതയില്ല. ആഭ്യന്തരം, ധനകാര്യത്തിലെ വകുപ്പുകളും വിട്ട് കളിക്കില്ല. സുപ്രധാന വകുപ്പുകൾ എന്തായാലും വിട്ടുകൊടുക്കില്ല. ഇവർക്ക് ആകപ്പാടെ വേണ്ടത് എന്താ? നിതീഷിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെ സ്റ്റേറ്റിന് കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ മോഡി കൊടുക്കും. നിതീഷ് അത് വലിയ അഴിമതിയൊന്നും ഇല്ലാതെ ചിലവാക്കി അവിടെ വികസനം കൊണ്ടുവരും. പിന്നെ ഉള്ളത് ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അയാൾക്ക് കുറച്ച് ഫണ്ടായി പ്രത്യേക പദവിയൊന്നും കൊടുക്കാൻ സാധ്യതയില്ല. കുറച്ച് പദവി കാര്യങ്ങൾ വേണം. പിന്നെ അതിൻ്റെ അവിടെ ചില കാര്യങ്ങൾ നാട്ടുകാരെ കണ്ണുപെടിയിലുള്ള കുറച്ച് വകുപ്പുകളും വേണ്ടി വരും. അതിൽ കൂടുതലായി ആഗ്രഹം ഉണ്ടാവും, അത് ഗ്ലാമർ വകുപ്പുകൾ വേണം. പക്ഷേ കൊടുക്കണ വഴി കിട്ടിയില്ല. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഇവന്മാർ കൊടുത്തില്ല എന്ന് ചോദിച്ചോളൂ, ഇന്ത്യ സഖ്യത്തെ വളർത്തിക്കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. അതിലും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ സുരേഷ് ഗോപി തോറ്റാലും മന്ത്രിയായിരുന്നു. അത് സുരേഷ് ഗോപി അങ്ങനെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് മോഡി പറഞ്ഞായിരുന്നു, സുരേഷ് ജയിച്ചു കഴിഞ്ഞാലും തോറ്റു കഴിഞ്ഞാലും മന്ത്രിയാ റെഡി ആയിരിക്കണം. അപ്പം ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ 5 പടമുണ്ട്, അത് കഴിഞ്ഞുകൊണ്ട് മോളെയും കൂടി കെട്ടിച്ചു വിടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേട്ട കുറച്ച് ടൈം തരണമെന്നൊക്കെ പറഞ്ഞു 2.5 വർഷം പറ്റ ടൈം ചോദിച്ചിരുന്നു. ഇപ്പോൾ അണ്ണാമലയൊക്കെ തോറ്റ ഒരു സാഹചര്യം എന്നാണ് സുരേഷ് ഗോപിയുടെ ഫ്രണ്ട്സ് എന്നോട് വന്നിട്ടുള്ളത്. അപ്പോൾ അണ്ണാമലയെ തോറ്റ ഒരു സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ സുരേഷ് ഗോപി വല്ല ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളാണ്. ഇവിടെ പൊട്ടിപ്പോയ കർമ്മ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ആന്ധ്രയിൽ വലിയ ഓട്ടമായിരുന്നു. അതുകൊണ്ട് അവിടെ നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 3 സംസ്ഥാനങ്ങളിലും ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്ന രീതിയിൽ മോഡിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ, ആ സംഘത്തിന് വളരെ വേണ്ടപ്പെട്ട ആളെന്ന രീതി സുരേഷ് ഗോപി മിക്കവാറും എടുക്കേണ്ടി വരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ നരേന്ദ്രമോദി 6 മണിക്ക് രാവിലെ ഓഫീസിലെത്തി ബാക്കി മന്ത്രിമാരെല്ലാം വിളിച്ചു വരുത്തി പണിയെടുപ്പിക്കുന്ന ടാസ്ക് മാനാണ്. അത് സുരേഷ് ഗോപിക്ക് 1 വർഷം ടൈം ചിലപ്പോൾ ചെറിയ ഇളവ് അതിൽ കൊടുക്കാൻ സാധ്യതയാണ്. കാരണം ഈ പടമൊക്കെ പിന്നെ കംപ്ലീറ്റ് ആക്കണ്ടേ. അതാണ് അതിൽ വരാൻ സാധ്യത. മറ്റൊരാളെ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കണോ? ചിലപ്പോൾ രാജീവിന് കൊടുക്കാൻ മതി. കാരണം ഇദ്ദേഹത്തിൻ്റെ ടീമിൽ കുറേ കാലമായിട്ട് രാജീവ് ഉണ്ട്. കാരണം മോഡിൻ്റെ പിന്നെ അതിശക്തമായ ടീമുണ്ട് എല്ലാ കാര്യങ്ങളിലും. അപ്പം ഇദ്ദേഹമാണ് പോയ ഫിക്കീൻ്റെ ചെയർമാനാണ്, അതുപോലെ തന്നെ എഞ്ചിനീയറാണ്, ഇൻഡസ്ട്രിയലിസ്റ്റാണ്, ഇൻവെസ്റ്ററാണ്. അപ്പം എന്തുകൊണ്ടും മോഡിയുടെ ആ ടീമിൽ ഉണ്ടായിരിക്കേണ്ട ഒരാളാണ്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ പോലും മന്ത്രിക്ക് തത്തുല്യമായൊരു അവസ്ഥ തന്നെ ആയിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ. മൊബൈൽ തിരുവനന്തപുരത്ത് കൂടുതൽ സമയം ഉണ്ടാവുകയും ചെയ്യും. ഫലത്തിൽ നമുക്ക് സുരേഷ് ഗോപിനെ മന്ത്രിനെ കിട്ടും. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ മന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ പോലും പോർട്ട്ഫോളിയോ ഇല്ലാത്തൊരു മന്ത്രി രാജീവും ഉണ്ടാവും. കേരളത്തിന് ഏതായാലും നല്ല കാലം വരാൻ പോകുന്നത്. മുമ്പ് കേരളത്തിന് 6-7 മന്ത്രിമാരുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. വല്ലതും നടന്ന അതല്ല നിങ്ങൾ ഇത്ര മന്ത്രിമാരുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അല്ലേ നമ്മളെ മലപ്പുറം പോലെ ആയിരിക്കണം ഈ മന്ത്രിമാരവിടെ വികസനം കൊണ്ടുവരണം. സാമുദായിക സമവാക്യങ്ങൾ കൂടി പാലിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്നും 1-ലധികം മന്ത്രിമാർ ആത്യന്തികമായി ഉണ്ടാകും. ഒരുപക്ഷെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസരത്തിൽ ശ്രീ സുരേഷ് ഗോപി മാത്രമായിരിക്കാം മന്ത്രി. അത് ക്യാബിനറ്റ് മന്ത്രി തന്നെ ആവുമോ അതോ സഹമന്ത്രിയാകാൻ കൂടുതൽ സാധ്യത സഹമന്ത്രിയാകാൻ വേണ്ടിയാണ്. നിർണായക ഒരുപക്ഷെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദത്തിലേക്ക് എത്തി നിൽക്കാം. കാരണം തമിഴ്നാട്ടിലും കേരളത്തിലുമായി ജയിച്ചു വന്ന ഏക MP, ലോക്സഭ MP എന്ന നിലയിൽ രാജ്യസഭയിൽ നിന്ന് കൊണ്ടുവരാം. പക്ഷേ ലോക്സഭ MP എന്ന നിലയിൽ സ്വാഭാവികമായും സുരേഷ് ഗോപിയുടെ ക്ലെയിം എന്ന് പറയുന്നത് മറ്റാരേക്കാൾ വലുതാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ തടയാൻ സാധ്യതയില്ല. കാരണം അതീവ ദുർഘടമായൊരു കാര്യമാണ്. വളരെ കംഫർട്ടബിളായി ബാംഗ്ലൂരിൽ നിന്നും ജയിച്ചു വരാവുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഒരു ഫൈറ്റിംഗ് ചാൻസ് മാത്രമേ ഉള്ളൂ. അവിടെ വന്ന് വിജയത്തോളം പോരുന്ന ഒരു ചെറിയ തോൽവി, ആ തോൽവി എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. കേരളത്തിൽ വേരുറപ്പിക്കണമെങ്കിൽ തീർച്ചയായും കേരളത്തെ പരിഗണിച്ചു എന്ന് വരണം. കേരളത്തിൽ സ്ഥിരതാമസമാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കേന്ദ്രമായി ഭാവിയിലും പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാവിയിലെ നിക്ഷേപം എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ K. സുരേന്ദ്രനെ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സംസ്ഥാനത്തു നിന്ന് ജയിപ്പിച്ച് രാജ്യസഭയിൽ എത്തിച്ച് അടുത്ത പുനഃസംഘടനയിൽ മന്ത്രിസ്ഥാനത്ത് സാമുദായിക സമവാക്യങ്ങൾ പാലിക്കാനാണ്. പക്ഷേ ഞാൻ കരുതുന്നത് ഒരു കാര്യം കൂടെ ഞാൻ കടത്തി പറയുകയാണ്. ഒരു നിരീക്ഷണം എന്ന നിലയിൽ ഒരു ക്രിസ്ത്യൻ ഫേസ് മന്ത്രിസഭയിൽ ഇപ്രാവശ്യം ഉണ്ടാകണം. ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് ആരും ജയിച്ചു വന്നതായി എനിക്ക് തോന്നുന്നില്ല. തെലുങ്കുദേശം പാർട്ടിയിലും ജനതാദൾ യുണൈറ്റഡിലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ
ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ജോസ് കെ മാണി എന്നാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷത്താണ്. ഇത് സാങ്കേതികമായി പറഞ്ഞാൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നിഷേധിക്കപ്പെടാനാണ് സാധ്യത. ഞാനൊരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെയെങ്കിൽ CPIക്ക് പോകുന്ന രാജ്യസഭാ സീറ്റ് അത് നഷ്ടപ്പെടുമ്പോൾ ഒരു എക്സ്ക്യൂസായി കണ്ടുകൊണ്ട് മധ്യ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു ചെറിയ ഭാഗത്തെയെങ്കിലും കോട്ടയം ജില്ലയിലെ ഇടുക്കി ജില്ലയിലെ അങ്ങനെയുള്ള ചർച്ചകൾ തുടങ്ങി വെച്ചിട്ടുണ്ട് BJP. പക്ഷേ അതിനോട് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം ഇതുവരെ കേരള കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിനു മുൻപും അങ്ങനെ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസിനെ ചാടിക്കുന്നതിന് വേണ്ടി ഇതിനു മുൻപും ശ്രമങ്ങൾ KM ഉള്ള സമയത്ത് പോലും BJP നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ അത് വിജയം കണ്ടിട്ടില്ലല്ലോ. ഇതും അങ്ങനെ ഒരു ട്രൈ എന്ന് മാത്രമല്ലേ പറയാൻ കഴിയൂ. അതിനപ്പുറം ജോസ് കെ മാണി വരും ഒരു രാജ്യസഭാ സീറ്റിന്റെ പേരിൽ. അങ്ങനെ ഒരു സാധ്യത ജോസ് കെ മാണി അതിനൊന്നും മടിക്കാൻ സാധ്യതയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അധികാരത്തിൽ ഉണ്ട് എങ്കിൽ മാത്രമേ തൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ തന്നെ പിന്തുണയ്ക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗത്തെ കൂടെ നിർത്താനാവൂ. അധികാരമില്ലാതെ അധികം കാലം മുന്നോട്ട് പോകാനാവില്ല. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ മന്ത്രിസഭയിൽ ഒരു റോഷി അഗസ്റ്റിനുണ്ട്, മന്ത്രിയായി ഉണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും കേരള കോൺഗ്രസിന് ഒരു ദേശീയ തലത്തിൽ ഒരു മന്ത്രി ഉണ്ടാകുന്നു PC തോമസിന് ശേഷം. PC തോമസ് IFDP എന്ന ചെറിയ പാർട്ടി ഉണ്ടാക്കി NDAയിൽ മത്സരിച്ച ആളാണ്. പക്ഷേ നല്ല സമർത്ഥമായ ഒരു രാഷ്ട്രീയ നീക്കമായിരിക്കും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുന്ന ഒരു സിംബോളിക് മൂവ് കൂടി ആയിരിക്കും അത് ദേശീയ തലത്തിൽ BJPക്ക്. ഇത് ജോസ് കെ മാണിയുടെ ആവശ്യമല്ല, ഒരുപക്ഷെ BJPയുടെ ആവശ്യമാണ്. ഏതെങ്കിലും ഒരു ക്രൈസ്തവ നേതാവിനെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തന്നെ നേതാവിനെ, ക്രൈസ്തവ മുഖമുള്ളൊരു നേതാവിനെ കൊണ്ടുവരാനുള്ള സാധ്യത. ഇതൊരു വെറും ഹൈപ്പോത്തറ്റിക്കൽ പ്രൊജക്ഷൻ മാത്രമാണ്. പക്ഷേ അത് സംഭവിച്ചു കൂടായികയല്ല. ശ്രീ എസ് ജയസൂര്യൻ, അതിനെപ്പറ്റിയുള്ള താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? ഇന്നർ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അത് ഞങ്ങൾ രാവിലെ നൽകുകയും ചെയ്തതാണ്. ജോസ് കെ മാണിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ BJP നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അത് കേന്ദ്രമന്ത്രിസഭയിൽ ഒരു പദവി വാഗ്ദാനം ചെയ്യുന്നു, അങ്ങനെ രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. ഈ നീക്കമാണല്ലോ നടത്തുന്നത്. അത് തെറ്റുമല്ലല്ലോ, അത് ശരിയായ ഒരു കാര്യം തന്നെയാണല്ലോ, നടന്നുകൊണ്ടിരിക്കുന്നതുമാണല്ലോ, ഓൺഗോയിങ് ആണല്ലോ. മഞ്ജുഷേ, എനിക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഒരു ചെറിയ പരിമിതിയുണ്ട്. കാരണം മോഹൻ തോമസ് പറയുന്നത് പോലെയോ ഫക്രുദ്ദീൻ പറയുന്നത് പോലെയോ എനിക്ക് അത്ര തുറന്നടിച്ച് ഈ വിഷയത്തിൽ സംസാരിക്കാൻ അല്പ പരിമിതിയുണ്ട്. അത് എങ്കിൽ പോലും സംഭവിക്കാവുന്നത് മറ്റൊന്നാണ്. അതായത് BJP മുൻകൈ എടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെയോ ജോസഫ് ഗ്രൂപ്പിനെയോ കൂടെ കൂട്ടുക എന്നുള്ളതിനേക്കാൾ വലിയ സാധ്യത ഞാൻ കാണുന്നത് ഇന്ത്യ മുന്നണിയുടെ ഉദ്ദേശം നടന്നില്ല, അതിന്റെ ലക്ഷ്യം പരാജയപ്പെട്ടു. ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് സിംഗിൾ പോയിന്റ് അജണ്ടയിലാണ് ഇന്ത്യ മുന്നണി രൂപപ്പെടുന്നത്. അതിൽ പറയുന്ന ഇതാണ്: നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക, ബാക്കിയെല്ലാം ശുഭമാകും. പക്ഷേ ആ ലക്ഷ്യം പരാജയപ്പെട്ടു. അതായത് നരേന്ദ്രമോദി താഴെ ഇറങ്ങിയില്ല, അദ്ദേഹം വീണ്ടും മൂന്നാമതും അധികാരത്തിലെത്തുന്നു. അപ്പോൾ പിന്നെ ഇന്ത്യ മുന്നണി ഇനി നിലനിൽക്കേണ്ട കാര്യം എന്താണ്? നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഡൽഹിയില് ഒന്നിച്ച് മത്സരിക്കാൻ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും കഴിയില്ല, പഞ്ചാബിലും കഴിയില്ല. അങ്ങനെ ഈ സഖ്യം എന്ന് പറയുന്നത്, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ശിഥിലമായിക്കൊണ്ടിരിക്കുമ്പോൾ എന്തു പ്രതീക്ഷിച്ചിട്ടാണ് BJPക്കെതിരെ നിൽക്കുന്നത്? നമ്മൾ BJPയെ മൈൻഡ് ചെയ്തില്ല എങ്കിൽ നമ്മൾക്കായിരിക്കും നഷ്ടം എന്നൊരു ചിന്ത കേരളത്തിന്റെ ക്രൈസ്തവ സമൂഹത്തിൽ പരക്കെ ഉണ്ടായിട്ടുണ്ട്. 3 തവണ തുടർച്ചയായിട്ട് അധികാരത്തിൽ വരുന്ന നരേന്ദ്രമോദി ഇനി മുന്നോട്ട്, നരേന്ദ്രമോദി ആണെങ്കിലും അല്ലെങ്കിലും BJP മുന്നോട്ട് അധികാരത്തിൽ തന്നെ ഇരിക്കും. കാരണം ഭാരതത്തിൽ 60-66 കൊല്ലക്കാലം കോൺഗ്രസ് അഭംഗുരമായിട്ട് അധികാരത്തിൽ ഇരുന്നതാണ്. അപ്പോൾ BJPയും അതുപോലെ ഏതാനും പതിറ്റാണ്ടുകൾ മുന്നോട്ട് പോകുന്ന കാലത്ത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മാത്രം മാറി നിന്നിട്ട് എന്ത് നേടാനാണ്? ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നിട്ട് അങ്ങ് പറഞ്ഞ പോലെ തന്നെ അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും എന്ത് നേട്ടമുണ്ടാക്കാനാണ് എന്നൊരു ചിന്ത വരാം. ആ ചിന്തയിൽ നിന്ന് ക്രൈസ്തവ വിഭാഗങ്ങളിലായി നിൽക്കുന്ന കേരള കോൺഗ്രസുകൾ, അത് മാണിയാണെങ്കിലും ജോസഫ് ആണെങ്കിലും, മാറി ചിന്തിച്ചുകൂടായില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ BJP മുൻകൈ എടുക്കാതെ തന്നെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ മുൻകൈയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും മാത്രമല്ല അതുപോലെയുള്ള മറ്റു നീക്കങ്ങളും ഒക്കെ ഒരുപക്ഷെ BJPയുടെ നേരെ മുന്നോട്ട് വരാം. അത് BJP മുൻകൈ എടുക്കാതെ തന്നെ മുന്നോട്ട് വരാം. അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അത് തീരുമാനമെടുക്കുന്നത്, നേരത്തെ ഞാൻ BJPയുടെ കാര്യത്തിൽ RSSനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ കേരള കോൺഗ്രസുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് സഭാ നേതൃത്വമായിരിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതൊന്നും വ്യക്തമല്ല, നമ്മളിപ്പോ ഒരു ചർച്ചാ വിഷയം മാത്രമാണ്. എന്തായാലും അങ്ങനെ ഒരു നീക്കം വരാൻ സാധ്യതയുണ്ട്. ആ ഒരു നീക്കം വരുന്നതിനോടൊപ്പം തന്നെ മറുവശത്ത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തും അങ്ങനെ മുസ്ലിം സമൂഹത്തിലും ഒരു ചിന്ത വന്നുകൂടായികയില്ല. കാരണം ഹുറിയത്ത് കോൺഫറൻസിനെ പോലെയുള്ള പാർട്ടികളെ കൂടെ നിർത്തിക്കൊണ്ട്, PDPയെ പോലെയുള്ളവരെ കൂടെ നിർത്തിക്കൊണ്ട് ഭരിച്ച
ഒരു പാർട്ടിയാണ് BJP. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നാളെ മുസ്ലിം ലീഗും അതനുസരിച്ചൊരു തീരുമാനമെടുക്കുകയും BJPയോട് യോജിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ കേരളത്തിൽ അതിനെ എതിർക്കുന്നത് CPM അല്ലെങ്കിൽ കോൺഗ്രസ് മാത്രമായിരിക്കും. അല്ലാതെ മുസ്ലിം സമൂഹം അതിനെ എതിർക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിരന്തരമായി 3 തവണ അധികാരത്തിൽ വന്ന ഈ BJP മന്ത്രിസഭ ഇനിയും ഒരു മുന്നോട്ടുള്ള പോക്കിൽ പതിറ്റാണ്ടുകൾ ഇന്ത്യ ഭരിക്കുമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാകും. അത് ഏറ്റവും ആദ്യം ഉണ്ടാവുന്നത് കേരളത്തിൽ നിന്നായിരിക്കും. അതിന് BJP മുൻകൈ എടുക്കേണ്ടി വരില്ല. മുൻകൈ എടുക്കുന്നത് മറ്റുള്ളവർ തന്നെ ആയിരിക്കും, മതന്യൂനപക്ഷ പാർട്ടികളായിരിക്കും, ആ സമൂഹമായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ശരി, പക്ഷേ നമുക്ക് തുടക്കത്തിലെ ചർച്ചയിലേക്ക് വരുമ്പോൾ ഈ മോദി ബ്രാൻഡ് എന്നുള്ള കാര്യം മാറിയിട്ടുണ്ടല്ലോ ശ്രീ ഫക്രുദ്ദീൻ അലി. ഇപ്പോൾ NDA എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണല്ലോ ഇപ്പോൾ ഇന്നത്തെ പ്രസംഗത്തിലുടനീളം അദ്ദേഹം NDA എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. കഴിഞ്ഞ 10 വർഷവും അത് അത്ര പരിചിതമായിരുന്നില്ല. NDA തന്നെയാണ് രാജ്യം ഭരിച്ചിരുന്നത് എങ്കിലും മോദിയുടെ ഗ്യാരണ്ടി എന്ന രീതിയിലാണ് നമ്മൾ പ്രസംഗങ്ങളിൽ കേട്ടത്. BJP സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ എന്നായിരുന്നു. പക്ഷേ NDA സർക്കാർ, അപ്പോൾ ആ ബ്രാൻഡ് മാറുന്നുണ്ട്. ചാള എന്താ പിന്നെ ഇട്ടിട്ട് വാള പിടിക്കാൻ പറ്റില്ല. അതുപോലെ ഇവർക്കൊക്കെ ഇപ്പോൾ പഴയ മോഡിൻ്റെ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇവന്മാർക്ക് ഈഗോ ഹർട്ട് ചെയ്യും. ആര് ഈ നിതീഷിനും മറ്റേ കാശി ഉണ്ടല്ലോ ആന്ധ്രയിൽ, അതിനൊക്കെ ഈഗോ ഹർട്ട് ചെയ്യും. അപ്പോൾ ഈഗോ ഹർട്ട് ചെയ്യാതിരിക്കാൻ ഇവനൊക്കെ സന്തോഷിപ്പിക്കാനുള്ള സംഭവമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ മതി. മോഡി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പ്രശ്നക്കാരാവും. അപ്പം ഇങ്ങനെ NDA ഫെഡറലിസം എന്നൊക്കെ പറയുമ്പോൾ അവർ ഹാപ്പി, പിന്നെ അവരെ സപ്പോർട്ടേഴ്സ് ഹാപ്പി, മീഡിയ ഹാപ്പി. മീഡിയ പറയാം മോഡി ഇപ്പം ഭയങ്കരമായിട്ട് മാറി ഇതൊക്കെ പറയുന്നത്. മോഡി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മോഡി ചെയ്യും. ഒരു പക്ഷേ യൂണിയൻ സിവിൽ കോഡ് ചിലപ്പോൾ കൊണ്ടുവന്നില്ല എന്നൊക്കെ വരും. പിന്നെ അതുപോലെ 1 ഇന്ത്യ 1 ഇലക്ഷൻ ചിലപ്പോൾ മാറ്റി വെക്കും. ആക്കിയ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. ഇതാണ് വരാൻ പോകുന്നത്. പിന്നെ മറ്റേ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഈ പിന്നെ പ്രോമിസ്ഡ് ഈ സെൻട്രൽ ട്രാവൻകൂറിലെ ക്രിസ്ത്യാനികളെ പ്രോമിസ്ഡ് നാഷനാണ് സത്യത്തിൽ BJP. അതിൽ മാണിസാർ എന്ന പേരിൽ മാണിസാർ എന്ന മോസസിന് അവിടെ എത്താൻ പറ്റിയില്ല. പകരം ആയിട്ട് ജോസ് കെ മാണി വരും. അപ്പം ആ പ്രോമിസ്ഡ് ലാൻഡിലേക്ക് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് താമസിക്കാതെ എന്ന ജോസ് കെ മാണി ഈ പ്രോമിസ്ഡ് ലാൻഡിൽ കാലുകുത്തുന്നതായിരിക്കും. ശരി, മോശയ്ക്ക് സാധിക്കാതെ പോയത് ജോഷുവായിക്ക് അഹറോനോ അതിനുശേഷം വന്നവർക്ക് സാധിക്കും എന്ന ഒരു മട്ടിലുള്ള നിർദ്ധാരമാണ്. ഇത് അസ്വാഭാവികമായി ഒന്നും തന്നെ ഇല്ല. കേരള കോൺഗ്രസ് രാഷ്ട്രീയം നമ്മൾ എത്ര കാലം കൊണ്ട് കാണുന്നതാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞ് ചിന്തിച്ചിരിക്കും. പക്ഷേ ഒരു വ്യക്തിയോട്, ഒരു പടക്കുതിരയുണ്ട്, അദ്ദേഹം PC ജോർജ് എന്ന് പറയും. PC ജോർജ് ഉണ്ട് NDAയിൽ തന്നെ. പക്ഷേ അദ്ദേഹത്തിന് ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള ഒരു മഹാമനസ്കത BJP കാണിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. കുറച്ചുകൂടെ ക്രെഡിബിലിറ്റിയും കുറച്ചുകൂടെ വേരുകളുമുള്ള PJ ജോസഫ് ആയിക്കൊള്ളട്ടെ, ജോസ് കെ മാണി ആയിക്കൊള്ളട്ടെ, അവിടേക്കായിരിക്കണം BJPയുടെ കണ്ണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഷാർ ഉണ്ടല്ലോ, എനിക്ക് സുരേന്ദ്രനെക്കാട്ടും കൂടുതൽ സാധ്യത തുഷാറിനാണ്. കാരണം ഇത്തവണ ആരിഫൊക്കെ തോൽക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൽ വെള്ളാപ്പള്ളിക്ക് വലിയൊരു പങ്കുണ്ട്. CPMൻ്റെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന തോൽവി സത്യത്തിൽ ആരിഫിൻ്റെ തോൽവിയാണ്. ആരിഫിനെ അടുത്തവണ അരൂരറ്റാൻ മറ്റേ കോൺഗ്രസ്സുകാർ ഷാനിമോളെ നിർത്തി ജയിപ്പിച്ച പോലെ ജയിപ്പിച്ചില്ലെങ്കിൽ ആലപ്പോൾ 8ന് പണിയും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരിഫിനെയൊക്കെ തോൽപ്പിക്കുന്നതിൽ SNDP ഇത്തവണ SNDP അല്ല BDJS വഹിച്ചൊരു പങ്കുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇത്തവണ കാണാൻ സാധ്യത തുഷാറിനെയാണ്. തുഷാറിനെ അവഗണിക്കുന്ന അങ്ങനെയുള്ള ചില വാർത്തകളും വരുന്നുണ്ടായിരുന്നു. ചില കേന്ദ്രങ്ങളിൽ നിന്ന് അത്തരം വാർത്തകൾ വരുന്നുണ്ട്. അത് സുരേന്ദ്രനെ പിന്നീട് ഒരു സ്റ്റേജിൽ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നേക്കാം. പക്ഷെ അതിനേക്കാൾ തുഷാറിനായിരിക്കും കൂടുതൽ വോട്ട് കിട്ടും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അങ്ങനെ ഒന്ന് വന്നാൽ ഞാൻ കാണുന്ന ഒരു ചിത്രമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഈ പക്കാ രാഷ്ട്രീയ നേതാക്കളല്ലല്ലോ ഈ തുഷാർ വെള്ളാപ്പള്ളി ആയിക്കൊള്ളട്ടെ. അദ്ദേഹത്തിനൊരു പാർട്ടി ഉണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ക്ലാസ് എന്നൊന്നും പെടുത്താനാവില്ല. അതുപോലെ തന്നെ സുരേഷ് ഗോപി, അദ്ദേഹം അവരവരുടെ ലെവലിൽ നിൽക്കുകയാണ്. SNDP യോഗത്തിൻ്റെ ഗെയർ ഓഫിലാണല്ലോ തുഷാർ വരുന്നത്. പക്ഷെ അങ്ങനെ വന്നാൽ ഇവിടെ ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ താഴെത്തട്ട് മുതൽ ഉയർന്നു വന്ന സംഘടനയിലൂടെ ഉയർന്നു വന്ന V മുരളീധരനാവട്ടെ, K സുരേന്ദ്രനാകട്ടെ, ശോഭാ സുരേന്ദ്രനാകട്ടെ, വലിയ നേതൃനിരയുണ്ട് കേരളത്തിൽ. അപ്പോൾ അവരെയെല്ലാം തഴഞ്ഞുകൊണ്ട് അവരുടെ മുകളിലൂടി ഒരു നോൺ പൊളിറ്റിക്കൽ ക്ലാസിനെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പൊട്ടിത്തെറി അതുകൂടി നമ്മൾ മനസ്സിൽ വെക്കണം. BJP പല സ്ഥലത്ത് ഇതൊക്കെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സുരേഷ് ഗോപിക്ക് എന്തിനും ഒരു 15% വോട്ടിനെ കേരളത്തിൽ അങ്ങനെയുള്ള ഫാൻസ് ഉപയോഗിച്ച് സ്വാധീനിക്കാൻ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഈ സുരേന്ദ്രനെക്കാട്ടോ ഒരുപക്ഷെ ഏതൊരു നേതാവിനെക്കാട്ടും SNDP വോട്ടുകൾ വോട്ട് ബാങ്ക് കയ്യിലുള്ള ആളാണ്. ഇപ്പം നമ്മൾ വെള്ളാപ്പള്ളി പറഞ്ഞാൽ ആളുകൾ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതും കൊണ്ട് കിട്ടിയ കേരള രാഷ്ട്രീയത്തിൽ കാലർപ്പിച്ച സുധാകരൻ ആഭ്യന്തര വകുപ്പ് ആക്കാമല്ലോ ഭാവിയിൽ കേരളത്തിൽ.
അത് മതിയല്ലോ. അത് ഒരു കാര്യം പിന്നെ സുരേന്ദ്രൻ പണ്ട് ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവും പട്ടേലും ഒക്കെ പറഞ്ഞു തന്നിട്ട് നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മരിച്ചിട്ടേ അത് കിട്ടുള്ളൂ. സുരേന്ദ്രനൊക്കെ വളരെ യങ്ങല്ലേ, ചെറുപ്പക്കാരനല്ലേ, അതുകൊണ്ട് ഒന്ന് ആ രീതിയിലുള്ള പ്ലാൻ ആയിരിക്കും BJP ആവിഷ്കരിക്കാൻ എനിക്ക് തോന്നുന്നു. അല്ല, SNDP യോഗത്തിന്റെ ഒരു നല്ല പങ്കിനെ കൂടെ നിർത്തിയാൽ CPM-ന്റെ അടിത്തറ കൂടിയാണ് നഷ്ടപ്പെടുന്നത്. കാരണം ഏറ്റവും വലിയ അതാണ് അവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ ആ ഒരു ഇപ്പൊ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അധികാരത്തിനോടുള്ള ഒരു ആളുകളെ വല്ലാത്ത ഒരു താല്പര്യമുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ വെറും തുഷാർ എന്ന് പറഞ്ഞ ആളുകൾ തുഷാർജി എന്നൊക്കെ വിളിച്ചോളൂ. സാധ്യതയുണ്ട്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും. കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മോദിക്കാകുമോ എന്നതായിരുന്നു പ്രൈം ഡിബേറ്റിലെ ഇന്നത്തെ ചോദ്യം. കഴിയുമെന്ന് 57% പ്രേക്ഷകർ, ഇല്ല എന്ന് 41%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജോസ് കെ മാണി